നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യയിൽ യാത്രാ വിമാനം തകർന്നു വീണ് 48 യാത്രക്കാരും മരിച്ച സംഭവത്തിൽ വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അങ്കാര എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള സോവിയറ്റ് യൂണിയൻ കാലത്തെ യാത്രാ വിമാനം 50 വർഷം മുമ്പ് നിർമ്മിച്ചത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്താൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. സെപ്റ്റംബറിൽ നടക്കുന്ന UN പൊതുസഭയിൽ പ്രഖ്യാപനം. പലസ്തീന്റെ നിലനിൽപ്പ് ഉറപ്പാക്കി പലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കുമെന്നും ഇമ്മാനുവൽ മാക്രോൺ. ശമ്പള പുനഃസംഘടന ആവശ്യപ്പെട്ട് യുകെയിലെ റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനകൾ പ്രഖ്യാപിച്ച 5 ദിവസത്തെ സമരത്തിന് തുടക്കമായി. സമരത്തിൽ നിന്നും ഡോക്ടർമാർ പിൻവാങ്ങണമെന്നും അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി പിടിയിൽ. കണ്ണൂർ തളാപ്പ് ആളൊഴിഞ്ഞ വീട്ടുവളപ്പിൽ നിന്നാണ് പിടിയിലായത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ അതിർത്തി രാജ്യങ്ങളായ തായ്ലൻഡും കംബോഡിയയും തമ്മിൽ സംഘർഷം രൂക്ഷം. F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ക്ഷേത്ര നഗരമായ കംബോഡിയയിൽ തായ്ലൻഡ് ബോംബാക്രമണം നടത്തി. ടാങ്കുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ച് കംബോഡിയ. 1980കളിലെ ഏറ്റവും ജനപ്രിയ ഗുസ്തി താരങ്ങളിലൊരാളായ ഹൾക്ക് ഹോഗൻ അന്തരിച്ചു. ലോക ജൂനിയർ ഐസ് ചാമ്പ്യൻ കിരീടം നേടിയ കനേഡിയൻ ഹോക്കി ടീമിലെ 5 മുൻ അംഗങ്ങളെ ലൈംഗിക പീഡന കേസിൽ കുറ്റവിമുക്തരാക്കി ഒന്റാറിയോ കോടതി. കൊട്ടാരക്കര കലാ സാഹിത്യ സംഘത്തിന്റെ ചരിത്രേതര വിഭാഗത്തിലെ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ഓസ്ട്രിയ മലയാളി ജാക്സൺ പുല്ലേലിക്കു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ലണ്ടനിലെ ഈസ്റ്റ് ഹാമിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. ദുബായിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് വൺ ടൈം പാസ്വേഡ് അയക്കുന്ന രീതി അവസാനിപ്പിച്ച് ബാങ്കുകൾ. ഇനി ഇടപാടുകൾ ബാങ്കുകളുടെ സ്മാർട്ട് ആപ്പ് വഴി. വാർത്തകൾ വിശദമായി. റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെ തകർന്നു വീണ യാത്രാ വിമാനത്തിലുണ്ടായിരുന്ന 48 പേർ മരിച്ച സംഭവത്തിൽ വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. 50 വർഷം മുമ്പ് 1976ലാണ് വിമാനം നിർമ്മിച്ചത്. 5 കുട്ടികളും 6 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 42 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വ്യോമഗതാഗത നിയമങ്ങൾ ലംഘിച്ച് അശ്രദ്ധ മൂലം യാത്രക്കാർ കൊല്ലപ്പെട്ടതിൽ ക്രിമിനൽ കേസ് ആരംഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തകരാറും മനുഷ്യപിശകും അപകടത്തിന് കാരണമായി എന്ന് കണക്കാക്കപ്പെട്ടിരുന്നുവെന്നും രാജ്യത്തിന്റെ ഗതാഗത അന്വേഷണ സമിതി വ്യക്തമാക്കി. സൈബീരിയൻ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള സോവിയറ്റ് യൂണിയൻ കാലത്തെ യാത്രാ വിമാനം ബാംഗ്ലോവേഷ് നഗരത്തിൽ നിന്നും പുറപ്പെട്ട് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അമൂർ മേഖലയിലെ ഒരു വിദൂര പട്ടണമായ ടിൻഡയിലേക്ക് എത്തുന്നതിനിടയിൽ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് വ്യാഴാഴ്ച റഡാറിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. ഏകദേശം 50 വർഷം പഴക്കമുള്ള ആന്റോനോവ് AN-24 വിമാനത്തിന്റെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ ടിൻഡ വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെ ഒരു മലഞ്ചെരുവിൽ കണ്ടെത്തിയതായും അധികൃതർ വ്യക്തമാക്കി. പരിക്കൻ സ്വഭാവവും ടാർ ചെയ്യാത്ത റൺവേകളിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള കഴിവും കാരണം റഷ്യയിലെയും മധ്യേഷ്യയിലെയും വിദൂര പ്രദേശങ്ങളിൽ വിമാനം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. സെപ്റ്റംബറിൽ നടക്കുന്ന UN പൊതുസഭയിൽ ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി. പലസ്തീന്റെ നിലനിൽപ്പ് ഉറപ്പാക്കിയും സൈനികവൽക്കരണം അംഗീകരിച്ചും പലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കുമെന്നും ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി. ഇസ്രായേലിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഈ നീക്കം മേഖലയിൽ സമാധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. ഇന്നത്തെ അടിയന്തര മുൻഗണന ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് സാധാരണക്കാരെ രക്ഷിക്കുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമസ്കാരം. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നുവെന്ന ചരിത്ര തീരുമാനവുമായി എത്തിയ ഫ്രാൻസിനെ വിമർശിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട ഫ്രാൻസ് ചരിത്രത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് നിർണായകമായ തീരുമാനമെടുക്കുമ്പോൾ അത് യൂറോപ്പ് US നിന്നും അകലുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. നിലവിൽ 142 രാജ്യങ്ങൾ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ധാരണയാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് AFPയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഇസ്രായേൽ അമേരിക്കയും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ 2023 മുതൽ ഗാസയ്ക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഇതോടെയാണ് നിരവധി രാജ്യങ്ങൾ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കാൻ തുടങ്ങിയത്. എന്തായാലും ഫ്രാൻസിന്റെ തീരുമാനത്തെ വിമർശിക്കുക മാത്രമല്ല, ഫ്രാൻസിന്റെ ഈ തീരുമാനം ഭീകരതയാകും സമ്മാനിക്കുക എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ഇസ്രായേലിന് പുറത്തു നിന്നുള്ള ഒരു ഭീഷണി കൂടിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലജ്ജിപ്പിക്കുന്ന നടപടിയാണ് ഫ്രാൻസിൻ്റെതെന്നും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പരമാധികാരം നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഇതിനർത്ഥമെന്നാണ് ലെബി കൂട്ടിച്ചേർത്തത്. എന്നാൽ ഇസ്രായേൽ എന്തൊക്കെ പറഞ്ഞാലും ഫ്രാൻസ് എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല.
പലസ്തീൻ വിഷയത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് നിർണായക പ്രഖ്യാപനവുമായി ഫ്രാൻസ് എത്തിയത്. പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നും നിർണായക പ്രഖ്യാപനമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയത്. അതായത് നിർണായകമായ ഈ പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന സെപ്റ്റംബറിൽ ചേരുന്ന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. അതിന് കാരണം താൻ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് സാധാരണക്കാരുടെ ജീവനാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരുടെ ജീവന് അടിയന്തരമായി സംരക്ഷണം നൽകണമെന്ന ഒരു ലക്ഷ്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് താൻ ഈ തീരുമാനം എടുത്തത് എന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ശമ്പള പുനഃസംഘടന ആവശ്യപ്പെട്ട് UK-യിലെ റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനകൾ പ്രഖ്യാപിച്ച 5 ദിവസത്തെ സമരത്തിന് തുടക്കമായി. സമരത്തിൽ നിന്നും ഡോക്ടർമാർ പിൻവാങ്ങണമെന്നും പ്രധാനമന്ത്രി കെ സ്റ്റാമർ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. പണിമുടക്ക് ആരംഭിച്ചതോടെ വിവിധ NHS ആശുപത്രികൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കേണ്ടി വന്നു. ഇത്തരം സമരങ്ങൾ രോഗികൾക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണെന്നും NHS പ്രൊവിഡന്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡാനിയൽ എൽക്കിൽസ് വ്യക്തമാക്കി. പണിമുടക്കിൽ കഴിയുന്നത്ര രോഗികൾക്ക് സേവനങ്ങൾ ഉറപ്പാക്കാൻ ആരോഗ്യ ജീവനക്കാർ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പണിമുടക്കുന്ന ഡോക്ടർമാർ രോഗിക്കും NHSനും വേണ്ടി ശരിയായ കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജപ്പാനിലും ട്രംപ് മോഡൽ സ്വദേശിവാദം ഉയർത്തുന്ന ഭീഷണിയിലാണ് രാജ്യത്തെ പ്രവാസ ലോകം. ഞായറാഴ്ച നടന്ന ജപ്പാനിലെ ഉപരിസഭാ തിരഞ്ഞെടുപ്പിൽ ട്രംപ് ശൈലിയിലുള്ള ജാപ്പനീസ് ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള സാൻ സിറ്റോ എന്ന വലതുപക്ഷ പോപ്പുലിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവം രാജ്യത്ത് വളർന്നു വരുന്ന വിദേശ സാന്നിധ്യത്തിനെതിരെയുള്ള ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കോവിഡിന് ശേഷം ജപ്പാനിൽ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റ ജനസംഖ്യയും വിനോദസഞ്ചാരികളുടെ വൻതോതിലുള്ള ഒഴുക്കിനെയും ചുറ്റിപ്പറ്റിയുള്ള അസ്വസ്ഥതകളെ മുതലെടുത്തായിരുന്നു ഇത്തവണത്തെ സാൻ സിറ്റോ പാർട്ടിയുടെ ഉപരിസഭയിലേക്കുള്ള വിജയം. വിദേശ തൊഴിലാളികളുടെയും സന്ദർശകരുടെയും ജപ്പാനിലെ എണ്ണം വർദ്ധിക്കുന്നതോടെ സ്വദേശികളുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ വർദ്ധിക്കുമെന്ന വാദം വലതുപക്ഷ പാർട്ടിക്ക്. മുൻ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ നിന്നും 14 ഉപരിസഭാ നിയമസഭാ അംഗങ്ങളെ നേടാനായി എന്നത് 248 സീറ്റുകളിലേക്കുള്ള ചേംബറിൽ സാൻ സിറ്റോയുടെ കരുത്ത് തെളിയിക്കുന്ന ഒന്നാണ്. 2024 ജപ്പാനിൽ 3.8 ദശലക്ഷം വിദേശ താമസക്കാർ എന്നത് സർവകാല റെക്കോർഡാണ്. ഈ വർഷത്തെ ആദ്യ പാദത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം 20 ദശലക്ഷത്തിൽ കവിഞ്ഞു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ അതിർത്തി രാജ്യങ്ങളായ തായ്ലൻഡും കംബോഡിയയും തമ്മിൽ സംഘർഷം രൂക്ഷം. F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ക്ഷേത്ര നഗരമായ കംബോഡിയയിൽ തായ്ലൻഡ് ബോംബാക്രമണം നടത്തി. ടാങ്കുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് കംബോഡിയ തിരിച്ചടിച്ചു. കംബോഡിയയിലെ 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഹിന്ദു ശിവക്ഷേത്രമായ പ്രിയ വിഹാർ ക്ഷേത്രത്തിന്റെ അവകാശത്തെ ചൊല്ലിയാണ് തർക്കം തുടരുന്നത്. സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ കൊച്ചു രാജ്യങ്ങളായ തായ്ലൻഡും കംബോഡിയയും വരെ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണം കൊണ്ട് ഇപ്പോൾ തകൃതിയായി സംഘർഷങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതോടെ സൗത്ത് വെസ്റ്റ് ഏഷ്യയിൽ മറ്റു യുദ്ധത്തിൻ്റെ മണമടിക്കുന്നുണ്ട്. ശരിക്കും അവിടെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ആരും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും. തായ്ലൻഡ് തങ്ങളുടെ F-16 ജെറ്റ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ക്ഷേത്ര നഗരമായ കംബോഡിയയിൽ കാർപ്പറ്റ് ബോംബിംഗ് നടത്തിയത്. തായ്ലൻഡും കംബോഡിയയും തങ്ങളുടെ അതിർത്തിയിലുടനീളം സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു. ഇരു അതിർത്തികളിലും മൈനുകളും വാരി വിതറിയിട്ടുണ്ട്. ഏത് നിമിഷവും അതിർത്തി കടക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച സൈനികരാണ് ഇപ്പോൾ അതിർത്തിയിലുടനീളം വിന്യസിച്ചിരിക്കുന്നത്. തായ് F-16 ജെറ്റുകൾ കംബോഡിയയിലെ 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രശസ്ത ഹിന്ദു ശിവക്ഷേത്രമായ പ്രിയ വിഹാറിന് എതിരെ കനത്ത ബോംബാക്രമണം നടത്തി. ക്ഷേത്രത്തിന് ചുറ്റുമാണ് തായ് വ്യോമസേനയുടെ ബോംബുകൾ വന്നു വീണത്. ഇതിൽ 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ കംബോഡിയ പറയുന്നത്. ഇതിനൊക്കെ കാരണം ഒരു കൊളോണിയൽ മാപ്പാണ്. 1907 കംബോഡിയ ഭരിച്ചിരുന്ന ഫ്രാൻസ് തായ്ലൻഡിനും കംബോഡിയയ്ക്കുമിടയിൽ ഒരു അതിർത്തി ഉണ്ടാക്കി. പക്ഷേ 800 കിലോമീറ്റർ നീളുന്ന തികച്ചും അവ്യക്തമായ അതിർത്തിയായിരുന്നത്. ഈ അതിർത്തി കടന്നു പോകുന്നത് ഈ കംബോഡിയയിലെ പ്രശസ്തമായ പ്രിയ വിഹാർ ശിവക്ഷേത്രത്തിൻ്റെ ഇടയ്ക്ക് കൂടിയാണ്. അങ്ങനെ സുപ്രധാനമായ ഈ പ്രിയ വിഹാർ ക്ഷേത്രം തങ്ങളുടേതാണെന്ന് കംബോഡിയയും തങ്ങളുടേതാണെന്ന് തായ്ലൻഡും അവകാശവാദം ഉന്നയിച്ചിട്ട് പതിറ്റാണ്ടുകളാകുന്നു. അതിൻ്റെ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഓസ്ട്രേലിയയ്ക്ക് ആണവ അന്തർവാഹിനിക്ക് വേണ്ടിയുള്ള ഉടമ്പടിയിൽ UK-യും ഓസ്ട്രേലിയയും തമ്മിൽ ഒപ്പുവെക്കും. ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാലസും വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും ചേർന്ന് ഓസ്ട്രേലിയക്കാർക്ക് ഒരു ആണവ അന്തർവാഹിനി സ്വന്തമാക്കുന്നതിനുള്ള ഒരു ഉടമ്പടി നാളെ സിഡ്നിയിൽ വെച്ച് ഒപ്പുവെക്കുമെന്ന് വ്യക്തമായി. കഴിഞ്ഞ വർഷം US, ഓസ്ട്രേലിയ, UK എന്നിവ തമ്മിൽ ഒപ്പുവെച്ച ഓക്കസ് ത്രിരാഷ്ട്ര ഉടമ്പടി പ്രകാരമാണ് ഈ കരാർ. ഇൻഡോ പസഫിക്കൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ വർദ്ധിച്ചു വരുന്ന ഇടപെടൽ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പ്രതികരണം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കണ്ണൂർ തളാപ്പ് ആളൊഴിഞ്ഞ വീട്ടുവളപ്പിൽ നിന്നാണ് ഇയാളെ പിടിയിലായത്. റോയി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടുപറമ്പിലെ കിണറ്റിന്റെ പടവിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് സംഘം വീട് വളഞ്ഞ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു.
ഗോവിന്ദചാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദചാമി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കുകയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. ഇയാളുടെ വധശിക്ഷ നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. രാവിലെ സെൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ട വിവരം അറിയുന്നത്. സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. 1980കളിലെ ഏറ്റവും ജനപ്രിയ ഗുസ്തി താരങ്ങളിൽ ഒരാളായ ഹൾക്ക് ഹോഗൻ 71 വയസ്സിൽ അന്തരിച്ചു. ഫ്ലോറിഡയിലെ ക്ലിയർ വാട്ടറിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണമെന്നും പോളോ NBC ലോസ് ഏഞ്ചൽസിനോട് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് റാലികളിലെ സ്ഥിരം താരസാന്നിധ്യമായിരുന്നു. വേൾഡ് വൈഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റുമായുള്ള പങ്കാളിത്തത്തിലൂടെയും ഹൾ മാഗ്നി എന്നറിയപ്പെടുന്ന മത്സരങ്ങളിലൂടെയും പ്രൊഫഷണൽ റെസ്ലിംഗിനെ ഗാർഹിക വിനോദമാക്കി മാറ്റിയ താരമായിരുന്നു. ലോക ജൂനിയർ ഐസ് ചാമ്പ്യൻ കിരീടം നേടിയ കനേഡിയൻ ഹോക്കി ടീമിലെ 5 മുൻ അംഗങ്ങളെ ലൈംഗിക പീഡന കേസിൽ കുറ്റവിമുക്തരാക്കി കോടതി. 2018 ഒന്റാറിയോയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് 20കാരിയായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇവർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി. യുവതിയുടെ ആരോപണത്തെ തുടർന്ന് 2024 താരങ്ങൾക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നു. മൈക്കൽ മാംഗ്ലിയോഡ്, അലക്സ് ഫോമെന്റ്, ഡില്ലൻ ഡ്യൂബെ, കാർട്ടൺ ഹാർട്ട്, കാൽഫുഡ് എന്നീ 5 പേർക്കെതിരെ ചുമത്തിയിരുന്ന എല്ലാ ചാർജുകളും കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി. പ്രോസിക്യൂഷൻ കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് മരിയ കറോസിയ ഒന്റാറിയോ കോടതി മുറിയിൽ വ്യക്തമാക്കി. 2018 ജൂണിൽ ടീമിന്റെ ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വിജയം ആഘോഷിച്ച ഹോക്കി കാനഡ ഗാലക്സിന് ശേഷം ലണ്ടനിലെ ഒന്റാറിയോയിലെ ഒരു ഹോട്ടൽ മുറിയിൽ നടന്ന സംഭവങ്ങളിൽ നിന്നാണ് ഇവർക്കെതിരെ കുറ്റങ്ങൾ ഉടലെടുത്തത്. വംശനാശം സംഭവിച്ചതായി ഭയപ്പെട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ നൂൽപ്പാമ്പായ ബാർബഡോസ് ത്രെഡ് സ്നേക്കിനെ ബാർബഡോസിലെ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടെത്തി. ബാർബഡോസ് പരിസ്ഥിതി മന്ത്രാലയവും സംരക്ഷണ സംഘടനയായ റീവൈൽഡും നടത്തിയ പാരിസ്ഥിതിക സർവേയിൽ 10 സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഈ പാമ്പിനെ ദ്വീപിന്റെ മധ്യഭാഗത്ത് കണ്ടെത്തിയത്. വംശനാശം സംഭവിച്ച് 4800 സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഫംഗസുകളുടെയും ആഗോള പട്ടികയിൽ ബാർബഡോസ് ത്രെഡ് സ്നേക്ക് ഉണ്ടായിരുന്നു. കൊട്ടാരക്കര കലാ സാഹിത്യ സംഘത്തിന്റെ ചലച്ചിത്രേതര വിഭാഗത്തിലെ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ഓസ്ട്രിയ മലയാളി ജാക്സൺ പുല്ലേലിക്ക് ലഭിച്ചു. MG ശ്രീകുമാറും സരിത രാജീവും ചേർന്ന് ആലപിച്ച് 2024 മനോരമ മ്യൂസിക്കിലൂടെ പുറത്തിറങ്ങിയ മാവേലിക്കാലം എന്ന ഓണപ്പാട്ടിന്റെ രചനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. കൊട്ടാരക്കര ഗാന്ധി ലെനിൻ കൾച്ചറൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുരസ്കാരം സമ്മാനിച്ചു. ജാക്സൺ പുല്ലേലിക്ക് വേണ്ടി ഡോക്ടർ സുഷമ ചിറക്കൽ അവാർഡ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം SAK പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിൽ അജി സരസിന്റെ സംഗീത സംവിധാനത്തിൽ രൂപപ്പെട്ട ഈ ഗാനം ചലച്ചിത്രേതര വിഭാഗത്തിലാണുള്ളത്. യൂറോപ്പിലെ പ്രവാസി മലയാളികളുടെ ഇടയിൽ നാടകരചന, സംവിധാനം, ഗാനരചന എന്നീ മേഖലകളിൽ സജീവമായ ജാക്സൺ പുല്ലേലി വിയറ്റ്നാമിലെ ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ്ജ ഏജൻസി ഉദ്യോഗസ്ഥനായിരുന്നു. വിയറ്റ്നാമിലെ സ്ഥിര താമസക്കാരനായ അദ്ദേഹം തൃശൂർ ജില്ലയിലെ മുരുങ്ങൂർ സ്വദേശിയാണ്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ലണ്ടനിലെ ഈസ്റ്റ് ഹാമിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗത്തിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറിയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ PT ചാക്കോ എന്നിവർ ഓൺലൈനായി പങ്കെടുത്തു. IOC UK കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സുജു K ഡാനിയൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ IOC കേരള ചാപ്റ്റർ ഇൻചാർജർ ന്യൂഹാം കൗൺസിൽ വൈസ് ചെയർമാനുമായ ഇമാം ഹക്ക് മുഖ്യാതിഥിയായി. കേരള ചാപ്റ്റേഴ്സ് വൈസ് പ്രസിഡന്റ് അപ്പ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ എക്കാലവും ജീവിക്കുമെന്നും അനുസ്മരണ സമ്മേളനത്തിൽ സുജു K ഡാനിയൽ അഭിപ്രായപ്പെട്ടു. IOC UK കേരള ചാപ്റ്റേഴ്സിന്റെ യൂറോപ്യൻ കോർഡിനേറ്റർ ഡോക്ടർ ജോഷി ജോസ്, കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അജിത് വെൺമണി, OICC UK മുൻ പ്രസിഡന്റ് KK മോഹൻദാസ്, അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ക്രിസ്റ്റി സൈമൺ, മാധ്യമപ്രവർത്തകൻ ടോമി വട്ടവനാൽ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഗിരി മാധവൻ, ജെയിംസൺ ജോർജ്, ടോണി ചെറിയാൻ, IOC യൂത്ത് വിംഗ് കേരള ചാപ്റ്റർ പ്രസിഡന്റ് എഫ്രോം സാം, IOC കേരള ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അരുൺ പൗലോസ്, PRO അജി ജോർജ്, IOC UK കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് ബെഞ്ചമിൻ എന്നിവരും പങ്കെടുത്തു.